നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരപ്പറമ്പിലേക്ക് കുഴിയാന പോലും എത്തിയില്ല. പിടിച്ചു നിൽക്കാൻ വഴികൾ തേടി BJP നേതാക്കൾ. തൃശൂർ തന്നാൽ എല്ലാം തരാം എന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്കും മിണ്ടാട്ടമില്ല. ഇത്തരത്തിൽ ഒരു ചതിയും വഞ്ചനയും തൃശൂർകാർ മാത്രമല്ല, കേരളത്തിലെ ഒരു മലയാളിയും പ്രതീക്ഷിച്ചു കാണില്ല. കേരളത്തിൽ BJPക്ക് കാലുകുത്താൻ കഴിയാതിരുന്ന കാലമാണ് കടന്നുപോയത്. ഈ തെരഞ്ഞെടുപ്പിലാണ് തൃശൂരിൽ നിന്നും വില്ലാളി വീരനായ ചലച്ചിത്ര താരം സുരേഷ് ഗോപി BJPക്ക് കേരളത്തിൽ ഇരിപ്പിടമുണ്ടാക്കി ജയിച്ചു പോയത്. കേരളത്തിലെ രാഷ്ട്രീയ കെങ്കേമന്മാരായ ഇടതുമുന്നണിയെയും കോൺഗ്രസ് മുന്നണിയെയും മലർത്തിയടിച്ചാണ് സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. BJPക്കാർ മാത്രമല്ല, തൃശൂരിലെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും വരെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിരുന്നു. സുരേഷ് ഗോപി മിടുക്കനാണെന്നും ജയിച്ചു പോയാൽ മോഡി സർക്കാരിൽ മന്ത്രിയാകുമെന്നും അതോടുകൂടി തൃശൂരിന്റെ ഇന്നത്തെ രൂപം മാറി മറിയും എന്നൊക്കെയുള്ള പ്രതീക്ഷ അവിടുത്തെ പാവം ജനങ്ങൾക്കുണ്ടായിരുന്നു. തൃശൂരിൽ ജയിച്ച് ഡൽഹിക്ക് വിമാനം കയറിയ സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാത്തിരുന്നവരാണ് മലയാളികൾ. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് രണ്ടാം തരം മന്ത്രിയാണ് എന്ന കാര്യം. ഇതിന്റെ പേരിൽ സുരേഷ് ഗോപി കുറച്ചു നേരം മുഖം കുനിച്ചിരുന്നെങ്കിലും ഒടുവിൽ കിട്ടിയതാകട്ടെ എന്ന് കരുതി സഹമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് കേരളത്തിൽ കാലുകുത്തിയപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വലിയ ആനുകൂല്യങ്ങളുടെ കുത്തൊഴുക്കുണ്ടാകുമെന്നും ആ ഒഴുകി വരുന്ന കേന്ദ്ര പദ്ധതികളുടെ മുമ്പിൽ എയിംസ് എന്ന സ്ഥാപനവും ഉണ്ടാകുമെന്നുമൊക്കെ മന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഏതായാലും പുതിയ മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു. ഇപ്പൊ വരും കേരള വണ്ടി എന്നൊക്കെ ഓർത്ത് കാത്തിരുന്നവരെല്ലാം നിരാശരായി. 1.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ കേരളം എന്നൊരു വാക്ക് പോലും ധനമന്ത്രി പറഞ്ഞില്ല. ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തവരായി മാറിയത് കേരളത്തിലെ BJP നേതാക്കളാണ്. പാർട്ടിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുകയും കേരളത്തിൽ നിന്നും 2 മന്ത്രിമാർ ഉണ്ടാവുകയും ചെയ്തപ്പോൾ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന കഞ്ഞിയും പയറും പോലും ഇല്ലാതായ സ്ഥിതിയാണ് ഉണ്ടായത്. ഈ ഗതികേടിൽ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയും എന്ന ആലോചനയിലാണ് ഇവിടുത്തെ BJP നേതാക്കൾ. ലോകം മുഴുവൻ ഒഴുകിയെത്തുന്ന തൃശൂർ പൂരത്തിന്റെ നാട്ടിൽ നിന്നാണ് സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയായത്. ആ തൃശൂരിൽ നിരന്നു നിൽക്കുന്ന ആനകൾ പൂരത്തിന്റെ പെരുമ കാണിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്നും ജയിച്ചു പോയ സാക്ഷാൽ ഗജവീരൻ സുരേഷ് ഗോപി വിചാരിച്ചിട്ട് ഒരു കുഴിയാനയെ പോലും പൂരപ്പറമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സങ്കടകരം. 3 പതിറ്റാണ്ടിലധികമായി കേരളം എയിംസ് സ്ഥാപനത്തിന്റെ ആവശ്യവുമായി കേന്ദ്ര സർക്കാരിന്റെ പുറകെ. ലോട്ടറി വിൽപ്പനക്കാരൻ പറയുന്നത് പോലെ ഇന്നാണ് നാളെയാണ് എന്നൊക്കെ പല പാർട്ടി നേതാക്കളും മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഒന്നും നടന്നില്ല എന്നതാണ് സത്യം. ഈ ബജറ്റിലും കേരളം ആവശ്യങ്ങൾ ഉന്നയിക്കാഞ്ഞിട്ടല്ല കിട്ടാതെ പോയത്. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കുക, വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രം നൽകേണ്ട 5,000 കോടി രൂപ അനുവദിക്കുക, എയിംസ് ആശുപത്രി അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള MP-മാരും സംസ്ഥാന സർക്കാരും എത്രയോ മുമ്പ് തന്നെ സർക്കാരിന് അപേക്ഷകൾ കൈമാറിയിട്ടുള്ളതായിരുന്നു. ഈ ബജറ്റിൽ ആകെ പരിഗണന ലഭിച്ചത് ആന്ധ്രാപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങൾക്കാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന തെലുങ്ക് ദേശം പാർട്ടിയും JDU പാർട്ടിയുമാണ് മോഡി സർക്കാരിനെ പിന്തുണച്ച് രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടികൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം വലിയ പരിഗണന നൽകുവാൻ പ്രധാനമന്ത്രി തന്നെ ഇടപെട്ടു. 3ാം BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് പുതിയ സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബജറ്റിൽ കേരളം മാത്രമല്ല, തമിഴ്നാട് സർക്കാരിനെയും പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. BJP ശക്തമല്ലാത്ത സംസ്ഥാനങ്ങളെ അവഗണനയോടെ കാണുക എന്ന സർക്കാർ നിലപാടാണ് ബജറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നും പുതിയ സർക്കാരിൽ BJP പ്രതിനിധികളായി 2 മന്ത്രിമാർ ഉണ്ടായിട്ട് പോലും കേരളത്തിന് നയാ പൈസയുടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോയത് നാണക്കേട് തന്നെയാണ്. കഴിഞ്ഞ കാലം അത്രയും BJPയുടെ കേരള നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും ഒരു പ്രതിനിധിയെ തരൂ, കേന്ദ്ര സർക്കാർ കേരളത്തിന് എല്ലാം വാരിക്കോരി തരും എന്നൊക്കെയായിരുന്നു. ഇത്തരത്തിൽ വീരവാദം മുഴക്കിയ കേരളത്തിലെ BJP നേതാക്കൾ എല്ലാവരും തന്നെ ബജറ്റ് പുറത്തു വന്ന ശേഷം നാണക്കേടുകൊണ്ട് മാളത്തിൽ ഒളിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോഴുള്ളത്. നന്ദി, നമസ്കാരം.